അത്യാവശ്യം വലിയ ഒരു കണവ, ഒരു 300 ഗ്രാം വരും ഒരു കണവ. അത് നമ്മളെങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം കണവ തൊലിയെല്ലാം കളഞ്ഞ് എടുക്കുക. അതിനുശേഷം ചതുരത്തിൽ ചെറിയ പീസായിട്ട് അരിയുക. കണവ ചെറിയ ചതുര പീസാക്കി അരിഞ്ഞ് അതിലേക്ക് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പുപൊടി ഇവ ചേർത്ത് നന്നായി ഇളക്കുക. എന്നിട്ടത് ചെറിയ കുക്കറിലിട്ട് ആദ്യം ഒന്ന് വേവിക്കണം, അല്ലെങ്കിൽ ഈ തേങ്ങാപ്പീരയിലത് വേഗത്തില്ല. ഓരോ പീസ് വെച്ച് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടുക, ഇത്രയും മതി. പിന്നെ ഒരു 5-6 കുരുമുളക്, അത്യാവശ്യത്തിന് എരിയാണെന്നുണ്ട് ഒരു 10-20 കുരുമുളക് ചേർക്കണം. ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അത്യാവശ്യം വലിയൊരു തേങ്ങയുടെ ഒരു മുറി തേങ്ങ, ഒരു 4 കഷ്ണം പച്ചമുളക് ഇവ നന്നായി മിക്സിയിലിട്ട് അരച്ചെടുക്കണം. പിന്നീട് ഒരു 5-6 ചുവന്നുള്ളി എടുക്കണം. അത് കൂടെ തൊലിച്ച് ഈ തേങ്ങയുടെ കൂടെ മുളക്, ചുവന്നുള്ളി, പച്ചമുളക് ഇവ 3 കൂടി ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കണം. ജാറിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇടണം. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഇവ രണ്ടും ചേർത്ത് അത്യാവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. നല്ലതായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. അരച്ച് വെച്ച അരപ്പിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഈ കണവ ഇട്ട് നല്ലവണ്ണം ഇളക്കി നല്ലൊരു സോസ്പാനിലോട്ട് ഇട്ട് നല്ലവണ്ണം ഇളക്കുക. ഇളക്കിയിട്ട് അത് തീ കുറച്ച് വേവിക്കാൻ വെക്കുക. അതിന് ശേഷം ഒരു സോസ്പാൻ എടുത്ത് തീ കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ കുറച്ചൊഴിക്കുക. ഇത്രയും വെളിച്ചെണ്ണ മതി, 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കടുക് ചേർക്കണം, ഒരു നുള്ള് കടുക്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കരിയാപ്പില, 2 അല്ലി കരിയാപ്പിലയും കൂടി ചേർത്ത് ശരിക്ക് ഇത് മൂത്ത് കഴിയുമ്പം ഈ കറി വെന്ത് കഴിയുമ്പോൾ കറിയുടെ മേളിൽ ഒഴിച്ചു. കണവത്തോരൻ നല്ലോണം പറ്റിയിട്ടുണ്ട്. അതിന് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കരിയാപ്പില, കടുകും ലേശം മല്ലിയിലയും കൂടി ചേർത്ത് അതിൻ്റെ മേളിലോട്ട് തൂവി കൊടുക്കും.